പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. 1 തിമോഥെയോസ് 4 അധ്യായം അതിൻ്റെ 8 വാക്യം. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ, ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകയാൽ സകലത്തിനും പ്രയോജനമാകുന്നു. പ്രൈസ് ഗോഡ്. സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഈ പാസേജ് എഴുതുമ്പോൾ ആ കാലഘട്ടങ്ങളിൽ ഈ അത്ലറ്റിക് മത്സരങ്ങളൊക്കെ വലിയ വിലയുള്ളതായിരുന്നു. അപ്പോൾ സ്വന്തമായിട്ട് മാസ്റ്റർ ചെയ്യുന്നതിൻ്റെയും ഹെൽത്തിൻ്റെയും ഒക്കെയുള്ളൊരു സൈനായിരുന്നു ഫിസിക്കൽ ട്രെയിനിങ്. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇപ്പോഴും അതൊക്കെ തന്നെ. എന്നാൽ ഇന്ന് വേറൊരു വ്യത്യാസമുണ്ട്. മെൻ്റൽ ഹെൽത്തും കൂടെ വളരെ പ്രാധാന്യമായി തീർന്നിരിക്കുക. പണ്ട് കാലത്ത് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഫിസിക്കൽ ഹെൽത്തിൻ്റെ കാര്യം പലപ്പോഴും പലരും അങ്ങ് മറന്നു പോവുക. ഇൻ ആ സെൻസ് ഓഫ് വെൽ ബീയിങ് ഐ സേ ബോത്ത് ഫിസിക്കൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹെൽത്ത് ഈസ് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. സൈക്കോളജിസ്റ്റിനെ കുറിച്ചൊക്കെ മെൻഷൻ ചെയ്യുവാണെങ്കിലും അവർ കൂടുതലും പറയുന്നത് കൗൺസിലിങ്ങും മെഡിക്കേഷനും ഒക്കെയാണ്. എന്നാൽ കൂടെ നല്ല ഉറക്കം, ഹെൽത്തി ഫുഡ് കഴിക്കുക, റെഗുലർ എക്സസൈസ് ചെയ്യുക, ഇതൊക്കെ നാം ചെയ്യുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നല്ല വ്യത്യാസം കൊണ്ടുവരും. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ ഫിസിക്കൽ ട്രെയിനിങ്ങിന് വേറെയും വിലയുണ്ട്. പ്രത്യേകിച്ച് മനുഷ്യരെ സംബന്ധിച്ചത് വളരെ ആവശ്യവുമാണ്. നമ്മുടെ ജീവിതത്തിനൊക്കെ ഒരർത്ഥവും ഒരു ഉദ്ദേശം, ഒരു ലക്ഷ്യം ഒക്കെ ഉണ്ട്. ഈ ലോകത്തിൽ നാം എന്തിനായിരിക്കുന്നെന്ന് പോലുമുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ഹോളോകോസ്റ്റ് സർവൈവറുണ്ട്. അയാൾ വളരെ ബ്രില്യൻ്റായിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് എനിക്കറിയാമല്ല. തൻ്റെ പേര് വിക്ടോർ ഫ്രാങ്കൽ എന്നാണ്. താൻ പറഞ്ഞിരിക്കുന്ന ലൈഫ് ഈസ് നെവർ മെയ്ഡ് അൺബെയറബിൾ ബൈ സർക്കംസ്റ്റൻസസ് ബട്ട് ഓൺലി ബൈ ലാക്ക് ഓഫ് മീനിങ് ആൻഡ് പേർപ്പസ്. നമുക്ക് സഹിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ അല്ല, പക്ഷെങ്കിൽ നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥവും ഒരു ലക്ഷ്യവും ഇല്ലെങ്കിൽ അതാണ് നമുക്ക് സഹിക്കാൻ പറ്റാതെ ആക്കി തീർക്കുന്നത് നമ്മളെയൊക്കെ. എന്നാൽ ആസ് ക്രിസ്ത്യൻസ് നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ അൾട്ടിമേറ്റ് സെൻസ് ഓഫ് പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ യേശു കർത്താവുമായിട്ടുള്ളൊരു ബന്ധത്തിൽ നിന്നാണ് അത് ഉരുത്തിരിഞ്ഞു വരുന്നത്. അത് നമ്മെ വേറൊരു ചിന്തയിലേക്ക് കൊണ്ടുവന്നെത്തിക്കും. എന്തുവാ? ഗോഡ്ലിനെസ് ഹാസ് വാല്യൂ ഫോർ ഓൾ തിങ്സ്, അല്ലേ? ഗോഡ്ലിനെസ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഇത് എഴുതുമ്പോൾ അവൻ ബാഡ് ഹാബിറ്റ്സൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് മാത്രമല്ല എഴുതുന്നത്. താൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് വേണം ജീവിപ്പാൻ. അങ്ങനെ ഒരു ലൈഫ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ വിത്ത് മീനിങ് ആൻഡ് പർപ്പസ് നമുക്ക് ഹെൽത്ത് എന്തിലൊക്കെ വേണമെന്നറിയാമോ? മെൻ്റൽ ഹെൽത്ത് വേണം, ഫിസിക്കൽ ഹെൽത്ത് വേണം, അതോടൊപ്പം സ്പിരിച്വൽ ഹെൽത്തും കൂടിയേ തീരും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. നമുക്ക് ഒരു വാക്യം നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. 1 പത്രോസ് 5 അധ്യായം 7 വാക്യം. ആ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്: അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവിൻ. ദൈവമക്കളെ, ഈ അഖിലാണ്ടത്തെ മുഴുവൻ സൃഷ്ടിച്ച സൃഷ്ടാവാകുന്ന ദൈവത്തിൽ നിന്ന് നാം എന്താ പ്രതീക്ഷിക്കുന്നത്? ദൈവം പറയുന്നുണ്ട് നമ്മുടെ ആങ്സൈറ്റിയെക്കുറിച്ച്. നാം അത് അവനോട് പറയണം. ഗോഡ് wants us to tell him about our anxiety. പ്രാർത്ഥനയിൽ നാം അത് അവൻ്റെ മുമ്പിൽ സമർപ്പിക്കണം. നമ്മൾ എന്തിനെക്കുറിച്ചാണ് ആങ്ഷ്യസ് ആണെന്നുള്ളത് നാം അവനെ അറിയിക്കണം.
ഏത് കാര്യമാണ് നമ്മെ ബോധർ ചെയ്യുന്നത്, ഏത് കാര്യത്തെയാണ് നാം ഭയപ്പെടുന്നത്, ഇതൊക്കെ നാം നമ്മുടെ ദൈവത്തെ അറിയിച്ചേ പറ്റൂ. നിങ്ങൾ പറയും അതൊക്കെ ദൈവത്തിന് അറിയാമല്ലോ. അറിയാം, പക്ഷെ ഞാൻ പറയട്ടെ, അത് അവനൊരു പുതിയ ഇൻഫർമേഷൻ കൊടുക്കുക എന്നുള്ളതല്ല. നമ്മളെ തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത കാര്യം അവനെ അറിയിക്കുക, അതവന് സന്തോഷമുള്ള കാര്യമാണ്. അവൻ നമുക്ക് വേണ്ടി കരുതുന്നുണ്ട്, കരുതുവാൻ അവൻ സന്നദ്ധനുമാണ്. അതുകൊണ്ടാണ് അവൻ നമ്മോട് അത് പറയുന്നത്. നമ്മൾ നല്ലവണ്ണം ജീവിക്കണമെന്നുള്ളതാണ് അവൻ്റെ ആഗ്രഹം. ഭയം നമ്മളെ ഷാക്കിൾ ചെയ്യരുത്. ഫ്യൂച്ചറിനെക്കുറിച്ചുള്ള കാര്യം നമ്മെ തിന്നുകളയരുത്. ആങ്ഷ്യസ് ഫോർ നത്തിങ് എന്നൊരു ബുക്ക് മാക്സ് ലുക്കാഡോ എഴുതിയിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഇറ്റ് ഈസ് നോട്ട് ഗോഡ്സ് വിൽ ദാറ്റ് യു ലീഡ് എ ലൈഫ് ഓഫ് പെർപ്പച്വൽ ആങ്സൈറ്റി. ഇറ്റ് ഈസ് നോട്ട് ഹിസ് വിൽ ദാറ്റ് യു ഫേസ് എവറി ഡേ വിത്ത് ഡ്രെഡ് ആൻഡ് trepidation. He made you for more than a life of breath stealing against and mind splitting worry. He has a new chapter for your life and is ready to write it. ദൈവമക്കളെ, നിൻ്റെ ജീവിതത്തിൽ പുതിയതൊക്കെ ചെയ്തു തരാൻ അവൻ റെഡിയാണ്. പുതിയൊരു ചാപ്റ്റർ അവൻ എഴുതി ചേർക്കും. അതുകൊണ്ട് നീ നിൻ്റെ മനസ്സ് കലങ്ങി, ശ്വാസം മുട്ടി, ചിലതിനെയൊക്കെ ഭയപ്പെട്ട് എന്നും തുടർമാനമായിട്ട് ആങ്സൈറ്റിയിൽ കഴിയേണ്ട കാര്യമില്ല. അത് നമ്മുടെ ദൈവം വെറുക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ചിലപ്പോൾ നമ്മെ നല്ലതായിട്ട് മനസ്സിലാക്കുന്ന ആൾക്കാർ പോലും നമ്മളോട് ഇങ്ങനെ പറയും, നമ്മുടെ ബാഡ് എക്സ്പീരിയൻസും നമ്മുടെ ചില ബാഡ് മൂഡ്സും ഒക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങനെ താഴേക്ക് മൂക്കുകുത്തി വീഴാനുള്ള കാരണമെന്ന്. സത്യമോ അസത്യമോ ആയിക്കൊള്ളട്ടെ, പക്ഷേ ഒരു കാര്യം ഓർത്തോണം, ഭാവിയിൽ ദൈവം നമ്മെ സഹായിക്കും. എന്ത് പെയിൻ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മുടെ ദൈവം അത് മായ്ച്ച് കളയുമെന്നേ, നമ്മുടെ ജീവിതത്തിൽ നിന്നേ അത് മായ്ച്ച് കളയും. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 21 അധ്യായം 4 വാക്യത്തിൽ നമ്മളോട് പറയുന്നത്, റെവലേഷൻ ചാപ്റ്റർ 21 വേഴ്സ് 4, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ച് കളയും. എത്ര നല്ല ദൈവമാണ് അല്ലേ. ഞാൻ പറയട്ടെ, ഈ ആഴ്ച, ഈ മാസം നമുക്ക് മോശമായിരുന്നു ചിലപ്പം തോന്നുമായിരിക്കും. പല കാരണത്തിൽ ഞാൻ കരഞ്ഞു പോയിട്ടുണ്ടെന്നൊക്കെ കുഞ്ഞെ നീ പറയുമായിരിക്കും. എന്നാൽ ഈ കാലഘട്ടമൊക്കെ കഴിയും കേട്ടോ. നല്ലൊരു കാലഘട്ടം, ഒരു ഭാവി ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ഇവിടെ ജീവിക്കുന്നിടത്തോളം കാലം മോർ ആങ്സൈറ്റി, മോർ ഡിപ്രഷൻ, മോർ സെൽഫ് ഹാം, മോർ സൂയിസൈഡൽ ടെൻഡൻസി, മോർ ട്രോമ, പ്രൈസ് ഗോഡ്, ഒക്കെ വരാം. എന്നാൽ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഒക്കെ നമുക്ക് തരാൻ ഒരുങ്ങിയിരിക്കുന്ന നമ്മുടെ കർത്താവുണ്ടല്ലോ. ഇതെല്ലാം മാറ്റുന്ന ഒരു ദിവസമുണ്ട്. പ്രൈസ് ഗോഡ്. അന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു അൺബ്രോക്കൺ വേൾഡിലാണ്. തന്നെയുമല്ല, നാം ജീവിക്കുന്നത് ഇൻ പെർഫെക്റ്റ് കമ്മ്യൂണിയൻ വിത്ത് ഗോഡ്. അതോർക്കുമ്പോൾ സന്തോഷമില്ലേ? എന്നാൽ ഇന്ന് ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മളെ കർത്താവ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്, നിൻ്റെ രാജ്യം വരണമേ, നിൻ്റെ ഇഷ്ടസ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണേന്ന്. ദൈവത്തിൻ്റെ ഹിതം നിറവേറട്ടെ. ആ ദൈവവുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ നാം നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്ക് സന്തോഷിക്കാനുള്ള വകയെ കാണത്തുള്ളൂ. അതവൻ നമുക്ക് തരികയും ചെയ്യും. ദൈവം നമുക്ക് എന്തെങ്കിലും തരികയാണെങ്കിൽ അത് നമുക്ക് സ്വന്തമായിട്ട് വെക്കാനല്ല, അവനെക്കുറിച്ച് അനേക കാര്യങ്ങൾ അവൻ നമ്മെ റിവീൽ ചെയ്യുമ്പോൾ നാം അത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യണം. സ്നേഹം ലാവിഷായിട്ട് നമുക്ക് തരുമ്പോൾ നാം എന്ത് ചെയ്യണം? നാം പോയി നമ്മുടെ അയൽവക്കക്കാരെ സ്നേഹിക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം. അവൻ നമ്മുടെ ട്രബിൾസിൽ നമ്മളെ കംഫർട്ട് ചെയ്യുമ്പോഴൊന്നുണ്ടല്ലോ, നാമും മറ്റുള്ളവരെ കംഫർട്ട് ചെയ്യാനായിട്ട് ബാധ്യസ്ഥരാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 1 അധ്യായത്തിൻ്റെ 3-4 വാക്യം വായിക്കുമ്പോൾ
അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയ പ്രചോദനം തരുന്ന വാക്യങ്ങളാണ്. 2 കൊരിന്ത്യർ ചാപ്റ്റർ 1 വേഴ്സസ് 3 and 4. മനസ്സിലുള്ള പിതാവും സർവാശ്വാസവും നൽകുന്ന ദൈവവുമായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവായ ദൈവം വാഴ്ത്തപ്പെട്ടവൻ. ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസം കൊണ്ട് ഞങ്ങൾ യാതൊരു കഷ്ടത്തിലുമുള്ളവരെ ആശ്വസിപ്പാൻ ശക്തരാകേണ്ടതിന് ഞങ്ങൾക്കുള്ള കഷ്ടങ്ങളിലൊക്കെയും അവൻ ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കുക. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, നീ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും നീ ഞങ്ങളെ ബലപ്പെടുത്തുകയും ദൈവത്തിൻ്റെ വലിയ കൃപയെ ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കുകയും ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്ഷീണത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും മധ്യേ നീ ഞങ്ങളെ താങ്ങുമാറാകണമേ. തളർന്നു പോകാൻ ഇടയാകരുത് എന്ന് പ്രാർത്ഥിക്കുന്നു. നീ ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ്.